വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്താ പറയുക, ഇന്ന് നമ്മളൊരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹോളാണ്. ഞാൻ എന്താ പറയുക, കുറേ എടുക്കുന്ന വെച്ചാൽ വീഡിയോ ആണ്. അവസാനം എടുത്തു. ഞാൻ 7th-ലേക്കാണ്. അപ്പം അതിന് പറ്റിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പം ബുക്ക് തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെന്താ പറയുക, ഞാൻ കോഴിക്കോട് നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അപ്പം എന്താണ് ഹൈലൈറ്റ് മാളിലുള്ള സ്കൂൾ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ ബിഗ് ബസാറിന് മേടിച്ചു. പിന്നെ എന്താ പറയുക, ബുക്ക് മേടിക്കാനായിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ നിന്നാണ് ഞാൻ മേടിച്ചത്. ബുക്ക് മേടിക്കാനായിട്ടൊരു സ്ഥലം ഭയങ്കര ഓഫറാണ്, അതുകൊണ്ട് അവിടെ നിന്ന് മേടിച്ചു. പിന്നെ ഞാൻ നേരെ വീഡിയോയിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ ബുക്ക് ഓഫർ ഉണ്ടെന്ന്, അങ്ങനെ മേടിച്ച ബുക്സാണിത്. ഇത് ഞാനൊരു കെട്ടായിട്ട് മേടിക്കാറില്ല. കാണിച്ചാൽ അത് എത്ര പേജ് ഉണ്ടെന്നോ എത്ര വിലേൻ്റെ ആണെന്നോ എത്ര ക്വാളിറ്റി ഉണ്ടെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മേടിക്കാത്തത്. അപ്പം ഇത് ഞാൻ മേടിച്ചത് ഓരോരോ പീസ് ആയിട്ടാണ്. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ, ആദ്യം തന്നെ ഒരു 3 ചെറിയ ബുക്കാണ് ഞാൻ മേടിച്ചത്. ഇത് ആർട്ട് വർക്ക് പ്രിന്റിക്കാണ്. ഇത് 20 രൂപയാണ്. അപ്പം 3 ബുക്കിന് 60 പക്ഷെ എനിക്ക് 40-45 ആ ഒരു പ്രൈസിൽ കിട്ടി. ഞാൻ പറഞ്ഞത് ഭയങ്കര ഓഫറാണ്, അങ്ങനെ എനിക്ക് കിട്ടുന്നത്. പിന്നെന്താ, വരയുള്ള ബുക്കിലൊക്കെ ആനിമി ഉണ്ട് ഗൈസ്. എല്ലാ ബുക്കിലും ഞാൻ പറയുന്നില്ല, ഒരു 2 ആനിമിയെങ്കിലും ഉണ്ടാവും. ആനിമി ഇത് ആനിമി തന്നെയല്ലേ പറയാം. ഞാൻ ഭയങ്കര ആനിമി ഫാനല്ല. ക്ലാസ്മേറ്റിൻ്റെയാണ് ഞാൻ മേടിച്ചത്. 4 വരയുള്ളതും 4 വരയില്ലാത്തതാണ് ഞാൻ മേടിച്ചത്. എക്സ്ട്രാ ആയിട്ട് മേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, 8 ബുക്കുണ്ട്. പിന്നെ 3 ചെറിയ ബുക്കുണ്ട്. ഈ വലിയ ബുക്കിനൊക്കെ 48 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ആദ്യം മേടിച്ചൊരു ബുക്കാണ്. ഇത് എവിടെ ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് റൂട്ടൊന്നും അറിയത്തില്ല. നമ്മൾ പോയപ്പോൾ കണ്ടതാണ്, അങ്ങനെ നമ്മൾ മേടിച്ചതാണ് കേട്ടോ. ബുക്സ് മാത്രമേ ഉള്ളൂ അവിടെ. ക്ലാസ്മേറ്റ്, പേപ്പറുകൾ തന്നെയല്ലേ, എല്ലാതും ഉണ്ട് വെച്ചാൽ എല്ലാതും ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് ബാഗിലേക്ക് കിടക്കാം. ഞാൻ നെയിം സ്ലിപ്പ് മേടിക്കാൻ പറഞ്ഞു കേട്ടോ, അതാണ് ഞാൻ മേടിക്കേണ്ടത്. പിന്നെ കുറച്ച് ആക്സസറീസ് ഉണ്ടാവുമല്ലോ, അതും കൂടി വേറൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ ഒക്കെ ഞാൻ പെറുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാഗ്. പെർപ്പിളാണ് മേടിച്ചത്. ഞാൻ മേടിക്കേണ്ടത് വിചാരിച്ചൊരു കളറായിരുന്നു, പക്ഷേ ആ ഒരു സ്ഥലത്ത് ഇത് ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഒരു പീടികയിലും കൂടി പോയി. അവിടെ നിന്നാണ് മിക്ക സാധനങ്ങളും മേടിച്ചത്. ലഞ്ച് ബോക്സ് ഒക്കെ അവിടെ നിന്നാണ് മേടിച്ചത്. അവിടെ നിന്ന് നമുക്ക് ഓഫർ കിട്ടി, അത്യാവശ്യം ഓഫർ കിട്ടി. പക്ഷെ ബുക്കിൻ്റെ അത്രയൊന്നും ഓഫർ കിട്ടിയിട്ടില്ല. അത് ലിവ ബുക്സ് എന്ന് പറഞ്ഞൊരു പീടില്ലേ, ലിവ ബുക്സ് എന്ന് പറഞ്ഞൊരു പീടുണ്ട് കോഴിക്കോടിൽ. അവിടെ നിന്ന് മേടിച്ചതാണ്. ഇതാണ് നമ്മുടെ ബാഗ്. ഈ ബാഗിന് 680 രൂപയാണ്. പിന്നെ ഇതൊരു കൊറിയൻ ബാഗാണ്, പർപ്പിൾ കളറാണ്. ആരും പർപ്പിൾ മേടിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. പിന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ കൊറിയൻ ബാഗ് ആകെ 2 ഉള്ളൂ. അതും എനിക്ക് കൊറിയൻ ബാഗ് വേണമെങ്കിൽ ആഗ്രഹം, അങ്ങനെ മേടിച്ചതാണ്. പിങ്കും വൈറ്റും പിന്നെ ഇതുമാണുള്ളത്. പിങ്കും വൈറ്റും ഭയങ്കര ചെറുതായിട്ട് ഞാൻ മേടിച്ചിട്ടോ. ഇവിടെ സിബൊന്നുമില്ല, ഇവിടെ വെറുതെ. പിന്നെ നമുക്ക് നേരെ കാര്യങ്ങളിലോട്ട് കിടക്കാം. 3 സിബാണ് ഉള്ളത്. ലാസ്റ്റത്തെ സിബിൻ്റെ ഉള്ളിൽ ഒരു റോയിൽ കൂടി ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് എലാസ്റ്റിക് ഉള്ള മേടിക്കുന്നതായിരിക്കും ഇത് പെർഫെക്റ്റ്. കാരണം ഏത് സൈസിലുള്ള വാട്ടർ ബോട്ടിലും കുടയൊക്കെ ഇട്ടാലും ഇറുകി നിന്നോളും. ഇത് 2 ഭാഗത്തുണ്ട് കേട്ടോ, കണ്ടോ, സുഖമായി. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ഇപ്പം ഫസ്റ്റിൽ സ്റ്റേഷനറീസ് ആണുള്ളത്. എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ ഇനി മേടിച്ചിട്ടുള്ളൂ. നെയിം സ്ലിപ്പ് 2 ഉണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും മേടിക്കണം. ആദ്യം ഞാൻ മേടിച്ച സ്കെയിലാണ്, നട്രാജിൻ്റെയാണ്. ഡോംസിൻ്റെ മേടിക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, അതുകൊണ്ടാണ്. മിക്കതും പർപ്പിൾ തന്നെയാണ് കേട്ടോ. പിന്നെന്താ, 2 ഹൈലൈറ്റർ ഉണ്ട്. ഒന്ന് പിങ്കാണ്, ഒന്ന് പർപ്പിളാണ്. പർപ്പിൾ കണ്ടോ ഇങ്ങനെയാണ്. ഇത് ഞാൻ പറഞ്ഞ ആ ഒരു സ്കൂൾ മാർക്കില്ലേ, ഹൈലൈറ്റൊക്കെ അവിടെ നിന്ന് മേടിച്ചാൽ വെറും 30 റുപ്പീസേ ഉള്ളൂ കേട്ടോ. ഇത് കുറച്ച് ലാഭമായി തോന്നിയത്. എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും എത്ര ക്വാളിറ്റി ഉണ്ടാവും എനിക്കറിയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്താ പറഞ്ഞത്, ആദ്യമായിട്ടാണ് പറഞ്ഞത്. 30 രൂപയ്ക്ക് പുറത്താണെന്ന് ചോദിച്ചാൽ ക്യൂട്ട്നെസ് ഒക്കെ പുറത്താണ്. പിന്നെന്താ, സ്റ്റിക്കി നോട്ടാണ് കേട്ടുള്ളത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. നമുക്ക് അവരെ കിട്ടിയിട്ട് അങ്ങനെ മേടിക്കുന്നത് ആദ്യമായിട്ടാണ്. 7th-ലേക്കാണല്ലോ യൂസസ് ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. അതുകൊണ്ട് നല്ല മിക്ക പർപ്പസിനും ഇത് ആവശ്യം ഉണ്ടാവുള്ളൂ. ഇത് 30 റുപ്പീസിൻ്റെയാണ്. ഇത് ഞാൻ മേടിച്ചൊരു ബ്ലൂ ആണ്. ഇത് ചെറുതേ മേടിച്ചിട്ടുള്ളൂ. 2 ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. അപ്പം ചെറുത് എന്താ പറയുക, ഫെവിക്കോൾ ഇത് വേണ്ട, പുള്ളേക്ക് എടുക്കണം. ഭയങ്കര സുഖം വെച്ചാൽ നമുക്ക് മൂടി തെരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എവിടെയെങ്കിലും വീട് പോയി പിന്നെ അതൊക്കെ എടുക്കാൻ പോവുക, എല്ലാം മെനക്കെടാവില്ല. അപ്പം മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ക്വാണ്ടിറ്റി ഉണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഡോംസിൻ്റെ കളറാണ് 60 രൂപേൻ്റെത്. ഇത് ഇറൈസബിൾ കളറാണ്.
ഇറൈസബിൾ ആൻഡ് ഷാർപ്പബിൾ എന്നുവെച്ചാൽ പൂർപ്പിക്കുകയും ചെയ്യാം, മായ്ക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു കളറാണ്. 60 രൂപയാണ്. ഈ പാക്കറ്റിന് ഓൾറെഡി 60 തന്നെ ഉണ്ട്. പിന്നെ അതൊരു കട്ടർ മേടിച്ചു കേട്ടോ. എന്താ അപ്സരേൻ്റെ തന്നെ ഒരു കട്ടർ തന്നെയാണ് കേട്ടോ. പിന്നെ എന്താ 2 പേരയാണുള്ളത്. എന്താ പറയുക കണ്ടോ, ഇത് എന്താ ഇത് വൈറ്റ്നർ പോലത്തെ പേരയാണ്. ഇത് വൈറ്റ് കളറാണ്. പിന്നെ ഇത് വെറുതെ സ്റ്റേഷനറിയിൽ കൂടെ കൂട്ടിക്കുക തന്നെയാണ്. എന്താ പറയുക ഇതുപോലത്തെ ഒരു ക്യൂട്ട് തന്നെയാണ്. സ്റ്റിക്കി നോട്ടിൽ ഇത് ഈ സ്റ്റിക്കി നോട്ടിൽ ഭയങ്കരമായിട്ട് എഴുത്ത് പിടിക്കുന്നില്ല, അതാണ് സംഭവം. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എഴുതുന്നതാണ്. സൂക്ഷിക്കണേ കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ ചെയ്യണേ. പിന്നെന്താ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ട്. 100 രൂപേൻ്റെ നമുക്ക് 75 രൂപയ്ക്ക് കിട്ടിട്ടോ. അത് ഞാൻ 2 പാർട്ടാക്കിയിട്ടാവും ഇടുക. പിന്നെന്താ അത്യാവശ്യം സ്മെല്ലുള്ള ഡോംസിൻ്റെ എന്താണ് റൈസർ ഉണ്ട്. ഇതും 5 റുപ്പീസാണ്. ഞാൻ പറഞ്ഞില്ല 5 ഇത് 5 രൂപയാണ്. പിന്നെ ഉണ്ടല്ലോ ഇത് രണ്ടും എൻ്റെ പാപ്പൻ ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അത് ഞാൻ മേടിച്ചതല്ല, ഞാൻ വെറുതെ ഇതിൽ വെച്ചുള്ളൂ. ഇത് 5 രൂപേൻ്റെയാണ്, അത്യാവശ്യം വെറുത്താണ്. നന്നായിട്ട് വായു കേട്ടോ. നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഒരു റൈസറാണ്, അടിപൊളി. പിന്നെന്താ പറയുക 5 പെന്ന് മേടിച്ചു കണ്ടോ. ഞാൻ 2 ഇടാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് 15 മിനിറ്റിൻ്റെ എന്താ പറയുക പുറത്തോട്ടുള്ള വീഡിയോ കിട്ടുന്നില്ല, യൂട്യൂബിൽ ഇടാൻ കഴിയുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ 2 പാർട്ടാക്കി ഇടുന്നത്. അത്യാവശ്യം പറയാനൊക്കെ ഉണ്ട്, ഭയങ്കരമായിട്ട് മേടിച്ചിട്ടൊന്നുമില്ല. എന്നാലും 2 ബ്ലാക്ക് ഇങ്ക് ആണുള്ളത്, 3 ബ്ലൂ ഇങ്കും. ഇത് ഒന്നിന് 10 രൂപ. അപ്പം ഈ 5 എണ്ണം മേടിക്കുമ്പോൾ തന്നെ ഓൾഫുള്ളി എന്താ പറയുക 50 രൂപയാവുമല്ലോ. ബട്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 30 രൂപയായിട്ടുള്ളൂ. 20 രൂപ ഓഫറാണ് ഗൈസ്. നമുക്ക് ആ ബുക്ക് വീഡിയോ തന്നെയാണ് ഞാൻ മേടിച്ചത്. അവിടെ ഇതും അല്ല പെന്നും ബുക്കും എന്താ പറയുക പേര് പെൻസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെൻ്റെ പാപ്പ പറഞ്ഞപ്പോൾ കൊണ്ടുവന്നത്. അതൊരു ഇതാണ്. ഇതിൻ്റെ ക്യാപ്പ് പോയിട്ടോ. പെൻസിൽ മോനമാറ്റി പെൻസിൽ എന്നാണ് ഞങ്ങൾ ഇവിടെ അറിയുക. പിന്നെ ഇതൊരു കീച്ചി. ഇത് ഞാൻ മേടിച്ചതല്ല, ഇത് ബാഗിൻ്റെ കൂടെ കിട്ടിയ. പക്ഷെ എക്സ്ട്രാ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട് ഇതുള്ളൂ. ഇതിന് ശരിക്കും 40, 45, 50 ഒക്കെ ആവും നമ്മൾ മേടിക്കുമ്പോൾ. ഇത് നമുക്ക് വെറും 15 രൂപയ്ക്കാണ് കിട്ടുക. 15, 20 ആ ഒരു 17 അത്രയാണ് തോന്നുന്നത്, എനിക്ക് അറിയൂല. എന്താ ഫിനിഷ് ആയിട്ടോ. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്റ്റേഷനറി മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അതും ഞാൻ ഇതേപോലെ തന്നെ ഇടുകയാണ്. ഇതൊക്കെ ഉള്ളതല്ല സോറി. ഞാൻ 2 പാർട്ടാക്കിയിട്ടാണ് റിപ്ലൈ പറയുകയാണ്. കാരണം വെച്ചാൽ എന്താ പറയുക എല്ലാവരും 2 പാർട്ടും കാണണമെന്ന് പറയുകയാണ്. ഇനി നമുക്ക് സെക്കൻഡിലെ പെൻസിലും കൂടി കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇടാം മറ്റേ പാർട്ടിലേക്കാവും. ഇതിന് ആവശ്യമുള്ളതൊക്കെ ഇതാ സെക്കൻഡ് പാർട്ടിലാവും ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ഡോംസിൻ്റെ പെൻസിൽ. ഇത് 10 എണ്ണം വരുന്നുണ്ട്. എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ. വെച്ചാൽ മെയിനായിട്ടുള്ളത് എന്താ പറയുക പെന്നൊക്കെ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രേ ആവശ്യമുള്ളൂ. ഡോംസിൻ്റെ പെൻസിൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ 5 രൂപേൻ്റെ കട്ടും 5 രൂപേൻ്റെ ഒരു റബ്ബറും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കാണിച്ചു തരാം. ഇതിനെത്ര ഒരു പെൻസിലിന് ഇതിന് വരുന്നത് 6 രൂപയാണ്. അപ്പം 10 പെൻസിലിലേക്ക് 60 രൂപയ്ക്കാണ് കിട്ടിയത്. 5ൻ്റെ ഇത് നല്ല വലിപ്പമുണ്ട്, ചെറുതാണെന്ന് ആരും വിചാരിക്കരുത്. ഇതിന് എക്സ്ട്രാ പൈസ കൊടുക്കണോ എനിക്കറിയില്ല. ഇതാ പെൻസിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പെൻസിൽ തന്നെയാണ്. ഈ പെൻസിലാകുമ്പോൾ ഉള്ളത് വെച്ചാൽ ഞാൻ ഫുള്ള് യൂസ് ചെയ്യും. ഈ പെൻസിൽ മാത്രമേ ഞാൻ ഫുള്ള് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഫുള്ള് യൂസ് ചെയ്യുന്നവരുണ്ടോ എനിക്ക് ചെയ്യാത്തവരുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോയിൽ തോന്നുന്നത് അത് നിങ്ങൾ എന്തായാലും പറയുക.
മടിച്ച് നിൽക്കരുത്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ റീച്ചൊക്കെ കുറവാണ്. ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ആദ്യമായിട്ടാണ് ഇടുന്നത്, ഫുൾ വീഡിയോ ആദ്യമായിട്ടാണ് ഇടുന്നത്. ഫുള്ള് ഞങ്ങൾ ഇട്ട ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതാ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാം. ബൈ ബൈ.